ഇപ്പോൾ മുഹമ്മദ് അൽഷറായും ഈ താലിബാനും തമ്മിലുള്ള വ്യത്യാസം ചിലതുണ്ട്. കാരണം ഷര ഈ മറ്റൊരു കാര്യം ഈ ഡോക്യുമെൻ്ററിക്കകത്തുള്ളത്, അതിനകത്ത് അബു ഗാരിബ് ജയിലിനെ പറ്റിയിട്ട് കുറഞ്ഞൊരു നേരം ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. ഈ അബു ഗാരിബ് ജയിലിൽ കിടന്നയാളാണ് മുഹമ്മദ് ഷര. ജോലാനി എന്ന പേരായിട്ട് ഇയാൾ അവിടെ ആയിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് അയാൾ സിറിയയുടെ താൽക്കാലിക പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അയാളും താലിബാനും തമ്മിലുള്ള വ്യത്യാസം പ്രകടമായിട്ടുള്ളത്, അയാൾ ഈ തീവ്രവാദ പ്രവർത്തനം മാറിയിട്ട് സിവിലിയൻ ആളായിട്ട് നിന്ന് പ്രസിഡൻ്റായിട്ട് ഈ സിറിയയെ നയിക്കാൻ പോവുകയാണെന്ന് തോന്നലുണ്ടാകുമ്പോൾ അയാൾ അവിടെ കൊണ്ടുവരുന്നൊരു കാര്യം സ്ത്രീകളുടെ ഉന്നമനത്തിന്, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് മുൻകൈ എടുക്കുന്നു എന്നതാണ്. മാത്രമല്ല സിറിയയിലെ ന്യൂനപക്ഷങ്ങളെ ആകെ ചേർത്ത് നിർത്തും. സിറിയ ഒരു ബഹുസ്വര സമൂഹമാണ്, അത് ഞങ്ങളുടെ പ്രൗഡാണ്, ഞങ്ങളുടെ അഭിമാനമാണ്, അതാണ് ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്ന ആളാണ് ഈ ചങ്ങാതി. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ട്രംപ് അങ്ങോട്ട് എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ ഒരു ലോജിക്കുണ്ട്. പക്ഷേ താലിബാനാണെങ്കിൽ ഈ കാര്യങ്ങളിലൊന്നും ഒരു വിട്ടുവീഴ്ച ഇതുവരെ ചെയ്തിട്ടില്ല. സ്ത്രീകൾക്ക് അവിടെ പുറത്തിറങ്ങാൻ വയ്യ. അപ്പോൾ ഈ തരത്തിൽ പലതരത്തിൽ വ്യത്യാസമുള്ള സംഘങ്ങളാണ്. പക്ഷേ അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തുക എന്നൊന്നും നമുക്ക് സാധ്യമേ അല്ല. ഇത് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ചുള്ള ഏറ്റവും കൗതുകകരമായുള്ള നിരീക്ഷണം ഇതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് പവർ എന്നതാണ് പ്രധാനം, അധികാരം എന്താണ് പ്രധാനം. നിങ്ങൾ എത്ര വലിയ തീവ്രവാദ സംഘമായിക്കോട്ടെ, നിങ്ങളൊരു രാജ്യത്തിൻ്റെ പവറിലേക്ക് എത്തിയാൽ നിങ്ങളോട് സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് സംസാരിച്ചേ പറ്റൂ. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അവരുടെ പിന്നിലിരിക്കുന്ന ആ സംഘത്തോട് ഒരുപക്ഷെ രാജ്യത്ത് നേരത്തെ നിരോധിക്കപ്പെട്ട സംഘമാണ്. പക്ഷേ ഒരു രാജ്യം ഭരിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കേണ്ടി വരും. അപ്പോൾ അധികാരം എന്നത്, രാഷ്ട്രീയ അധികാരം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എത്ര വലിയ ഭീകരവാദ സംഘവും ഒരു രാഷ്ട്രീയ അധികാരത്തിലേക്ക് വന്നാൽ ഈ മറ്റു രാജ്യങ്ങൾക്കും മറ്റു സംവിധാനങ്ങൾക്കും ഇവരോട് സംസാരിച്ചേ പറ്റൂ എന്ന സൂചനയാണ്, എന്നതിനുള്ള തെളിവായിട്ടാണ് നമ്മൾ ഈ ലോക സാഹചര്യത്തെ കാണേണ്ടത്. അത് സിറിയയിലാണെങ്കിലും അങ്ങനെയാണ്, താലിബാനുമായിട്ടും ആണെങ്കിലും അങ്ങനെയാണ്. താലിബാനുമായിട്ട് ഇന്ത്യ തുറക്കുന്ന ഈ നയതന്ത്ര വർത്തമാനങ്ങൾ വളരെ ആവശ്യമായിട്ടുള്ളതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അഫ്ഗാനിസ്ഥാൻ നമുക്ക് വളരെ വേണ്ടപ്പെട്ട രാജ്യമാണ്. നമ്മുടെ പല സംവിധാനങ്ങളും അവിടെയുണ്ട്. എന്ന് മാത്രമല്ല പാകിസ്ഥാൻ അപ്പുറത്ത് നമ്മളെ തീർക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനെ അവർക്ക് വിട്ടുകൊടുക്കരുത്. അവിടെ ആര് ഭരിച്ചാലും, ഇനി താലിബാനേക്കാൾ വലിയ തീവ്രവാദികൾ ഭരിച്ചാലും അവരോട് ഏതെങ്കിലും വിധത്തിലുള്ള സംസാരം നടത്തണം എന്നതാണ് നമുക്ക് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും.